വളമിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്ടേ പിന്നെ നമ്മളെ ഫ്രൂട്ട്സ് തൈകളുടെ തടം ശരിയാക്കിയിരുന്നു. അപ്പോൾ പിന്നെ ഒരു വെറും പണിയും കാണിച്ചു തരാം. വെറും പണി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. വളമിടാൻ വേണ്ടി പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ കുറേ കളുണ്ടായിരുന്നു നമ്മളെ ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉള്ളിൽ. അതൊക്കെ ഒന്ന് പറിച്ച് ലെവലാക്കി വളമിടാൻ വേണ്ടി സെറ്റാക്കുമ്പോൾ എൻ്റെ സ്വഭാവമാണ് അതിൻ്റെ തടം കൂടി ഒന്ന് വട്ടൊക്കെ ഒന്ന് ക്ലിയറാക്കി കറക്റ്റ് ഒന്ന് റൗണ്ടാക്കിയാണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കൽ. ഇന്നത്തെ പണി ഇതായിരുന്നു. മുഴുവനായിട്ടില്ല, ഇനിയുണ്ട് കുറേ പണികൾ. ഇതിലിപ്പോൾ ചാണകപ്പൊടിയും ആട്ടും കഷ്ടം ഇട്ട് കൊടുത്തിക്കണേ. അടുത്തതൊരു സൂപ്പർ മീലുണ്ട്. സൂപ്പർ മീൽ പറഞ്ഞാൽ നമ്മളുണ്ടാക്കിയ സൂപ്പർ മീലാട്ടോ. അതിൽ കോഴിമുട്ട തോടുണ്ട്, പിന്നെ എല്ലുപൊടി ഉണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് ഉള്ള സാധനങ്ങൾ. ഇതിനൊന്നും നനച്ച് ഒതുക്കി കൊടുക്കണം. വെള്ളമടിച്ച് ഒതുക്കി അപ്പോൾ ഇങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 4 കാറ്റടിച്ചാൽ കഴിഞ്ഞു കഥ. മത്തനൊരു 3-4 ഇങ്ങനെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നാംഡോക്ക് ചെറിയൊരു മാങ്ങ, ഇവിടെ ഒരു മാങ്ങ, പിന്നെ ഇതാ പൂത്ത് നിൽക്കണേ. ഏറ്റവും സന്തോഷം ഇതാണ്. ഈ മാവ് കണ്ടോ, ഇതായിരുന്നു അവസ്ഥ. ഇത് മൊത്തം കറുപ്പായിരുന്നു. ട്രീറ്റ് ചെയ്ത് ഇതൊക്കെ ഇനി പോയി തളിര് വരുന്നുണ്ട്. ഇതിൽ അതല്ല, പൂവിടും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് പോയി എന്ന് വിചാരിച്ചാണ്. ഇത് ശരിക്കും വൈറ്റ് ഫ്ലൈ നമ്മളെ വെള്ളീച്ച അതിൻ്റെ തേന് കൊടുന്ന് ഇലമലൊക്കെ ഒറ്റിച്ച് പോയത് കണ്ടില്ല. പക്ഷേ ഇത് ഞാൻ വെക്കുമ്പോൾ തന്നെ ഉണ്ടത് സംഭവം, ചെറിയൊരു കംപ്ലയിൻറ്റ്. അത് ശ്രദ്ധിച്ചില്ല. പിന്നെ അത് ഒന്നായിട്ട് പടർന്നപ്പോഴാണ് അതിൻ്റെ ആ തേന് പിന്നെ അത് ഫംഗസായി മാറി, ഇലകളൊക്കെ ഡാമേജായി, പ്രകാശ സംശ്ലേഷണം നിന്നുപോയി, അങ്ങനെ തണ്ടൊക്കെ കറുത്തു. അതിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. അതിന് പിന്നെ നമ്മളെ ജൈവത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ടാറ്റാഫെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ മരുന്നാണ് ഇതിന് കൊടുത്തത്. അത് 5 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. 2 മില്ലി 3 മില്ലിയൊക്കെ കൊടുക്കാം. 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിന് മാത്രം. അതിന്മേൽ 5 ദിവസം കൂടുമ്പോൾ കൊടുത്തപ്പോഴാണ് ആ ഇലകളൊക്കെ വന്നാണ് പോയി, പിന്നെ പുതിയ ഇല വന്നു തുടങ്ങിയത്. ഫ്രൂട്ട്സ് തൈകളുടെ അവസ്ഥ ഞാൻ പിന്നെ വിശദമായിട്ട് പിന്നെ കാണിച്ചിട്ടുണ്ട്.